നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഷാഹിന് ഒരുപാട് വിഷയങ്ങളുണ്ട്, ഒത്തിരിയുണ്ട്. നമ്മുടെ ആ നിസാരമാ കിണറുകോലുവിന്റെ പരിപ്പിളക്ക് പോലും അത് മുതൽ തുടങ്ങുന്നതാണ് ചെറുതായി. ഈ രേവന്ത് റെഡ്ഡിയുടെ പരിപ്പിളക്കം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കിണറുകോലു ആ ഒരു പരിപ്പിളക്ക് കാരണം, അതായത് പുള്ളി പറഞ്ഞിരിക്കുന്നത് പിണറായി എന്നല്ല, കേരളത്തിലെ ഏതെങ്കിലും നേതാക്കം പുള്ളി മൊത്തത്തിലുള്ള ആ ഒരു ഇതങ്ങ് ഏറ്റെടുത്തു. ആരാ? നമ്മുടെ നികേഷ് കുമാർ, സതീശനടക്കം. പിണറായി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ഏത് രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് പറഞ്ഞെന്ന് പറയുമ്പോൾ അതിനകത്ത് കോൺഗ്രസ്സുകാരും വരും. നുണേശൻ എന്നാ പറയുന്നത്. അതെ, അപ്പൊ അത് കുഴപ്പമില്ലേ? ഇവർ ഉപയോഗിക്കുന്നത് നുണേശൻ. ഈ പറയുന്ന പരിപ്പുകാരൻ വിളിക്കുന്ന നുണേശൻ. അപ്പൊ ശരിക്കും ഈ പരിപ്പിളക്കാൻ നിൽക്കുന്ന നികേഷ് കുമാർ സത്യത്തിൽ CPM-ന്റെ പരിപ്പ ഇളക്കുന്നത്. അത് മനസ്സിലായില്ലേ? ഇന്നലെ അദ്ദേഹത്തെ കൊണ്ട് ഡാഷ്മോനെ വിളിപ്പിച്ചത് നികേഷാണ്. നികേഷ് വിളിപ്പിച്ചതിന് ശേഷമാണ് ഇപ്പൊ ഈ ഇത് പറഞ്ഞിരിക്കുന്നത്, ഇപ്പൊ നിന്റെ പരിപ്പ് ഞാൻ ഇളക്കുമെന്ന് പറഞ്ഞു. നികേഷ് തന്നെ പറഞ്ഞു. കാരണം ഡാഷ്മേനെ പോരാന്ന് തോന്നിയപ്പോൾ പരിപ്പിളക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനിടയ്ക്ക് വേറൊരു വലിയ കോമഡി സംഭവിച്ചിട്ട്, നമ്മുടെ പത്തനംതിട്ട CPM-ന്റെ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ഈ നികേഷ് ഈ പരിപ്പിളക്കും എന്ന് പറഞ്ഞ ഏതോ ഒരു ചാനലിന്റെ പോസ്റ്റ് കാർഡാക്കി ഇട്ടിട്ടുണ്ടല്ലോ. അതെടുത്തിട്ടിട്ട് ഒരു കോൺഗ്രസ്സുകാരൻ ഈ നികേഷിനെ തെറി പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടായിരുന്നു. CPM-നെ തെറി പറഞ്ഞു. രാജു എബ്രഹാം ഈ കാർഡ് മാത്രമേ കണ്ടുള്ളൂ, പുള്ളി ഇതങ്ങ് ഷെയർ ചെയ്തു. പുള്ളിക്ക് ഇത് ആദ്യം പറ്റുന്ന അബദ്ധമല്ല, പുള്ളിക്ക് ഇതിന് മുമ്പും പറ്റിയിട്ടുണ്ട്. പുള്ളിയുടെ സോഷ്യൽ മീഡിയക്കാർ തട്ടിപ്പരിക്കും. പുള്ളി തന്നെയാണ് ചെയ്തത്. അപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നികേഷ് പറഞ്ഞത് മാത്രമേ പുള്ളി ശ്രദ്ധിച്ചുള്ളൂ, പക്ഷെ അതിന് മുകളിൽ എഴുതിയിരിക്കുന്ന സാധനം മുഴുവൻ CPM-നെതിരെ. അല്ല, നിങ്ങളെന്ന് പറഞ്ഞു മുമ്പ് എന്നോട് പറഞ്ഞ ആ പോയിന്റ്, അതായത് നികേഷ് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ? നികേഷ് ഒരു ട്രോജൻ കുതിരയാണ്. ട്രോജൻ കുതിര എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഗ്രീക്ക് യുദ്ധത്തിൽ ഈ കുതിരയെ കൊണ്ട് നിർത്തിയിട്ട് ഇതിനകത്തുനിന്ന് പടയാളികൾ ഇറങ്ങി കൊല്ലുന്ന പോലെ എന്ന് പറഞ്ഞ പോലെ നികേഷ് അദ്ദേഹത്തിൻ്റെ അച്ഛനോട് പിണറായിയും കൂട്ടരും ചെയ്തിട്ടുള്ള സകലമാന കൊള്ളരുതാഴികയ്ക്കും പ്രതികാരം ചോദിക്കാൻ വേണ്ടി പിണറായി ഭക്തനായിട്ട് പിന്നെ നടിച്ചകത്ത് കയറി ഇയാളെ കൊണ്ട് ചാടിക്കാവുന്ന കുഴിയിലെല്ലാം ചാടിച്ചു എന്നാണ് തോന്നുന്നത്. അല്ല, അതാണ് സത്യം. അപ്പൊ ആ കൺക്ലൂഷൻ നമുക്കത് വിഷയം നിർത്താം. കാരണം നമുക്ക് ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. ഈ പറഞ്ഞ ശോഭാ സുരേന്ദ്രനിലേക്ക് വരണം, അതാണ് ഏറ്റവും വിഷയം. ഈ ശോഭാ സുരേന്ദ്രന്റെ വിഷയം എനിക്കത് അത്ര ജെന്യുവിനായിട്ട് തോന്നുന്നു. അതെന്താണെന്ന് ഞാൻ പറയാം. കാരണം ഇത് ശോഭാ സുരേന്ദ്രന്റെ പാളയത്തിൽ പണി കിട്ടിയിട്ടുണ്ട്. അവർ സ്വന്തം ആൾക്കാർ തന്നെയാണെന്ന് തോന്നുന്നു പണിഞ്ഞിരിക്കുക. കാരണം ശോഭാ സുരേന്ദ്രന്റെ കാറിൽ ഒരു വെള്ള ചുരിദാറിട്ട ഒരു സ്ത്രീയുണ്ട്, തലയിൽ മുല്ലപ്പൂവൊക്കെ വെച്ച്. ഇതേപോലെ ഒരാളാണ് അവിടെ പോയി പൈസ കൊടുത്തതായിട്ട് പറയപ്പെടുന്നത്. പക്ഷേ അതാണ് അവർ പറയുന്നത്, ഞങ്ങൾ പോയി കഴിഞ്ഞ് ഇതേ വേഷം ധരിച്ച ഒരാൾ വന്നിട്ട് ഈ പൈസ കൊടുത്തിട്ട് പോയെന്നാണ് ഇവരുടെ വാദം. ഞാൻ ഈ ശോഭാ സുരേന്ദ്രൻ്റെ വിഷയം എനിക്ക് വളരെ നിരാശയുണ്ടാക്കും. കാരണം ശോഭാ സുരേന്ദ്രൻ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പിഷാരടിയോടുള്ള പിണക്കം കൊണ്ടല്ല. പിഷാരടി നമുക്ക് വളരെ ബഹുമാനീയനാണ്. ഈ സിനിമാക്കാരിൽ ഈ നമ്മളൊരു തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നിട്ട് ഏറ്റവും എന്താ പറയുക, ബഹുമാന്യമായ ആളുകൾക്ക് മതിപ്പ് തോന്നുന്ന ഇയാളാണ്. ഭംഗിയായിട്ട് രാഷ്ട്രീയം പറഞ്ഞു എല്ലാം. ഇന്നിപ്പോൾ നോക്കൂ, ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചപ്പം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുണ്ട്, അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് പറയുന്നില്ല എന്ന് ഇത്തരത്തിലുള്ള അതൊക്കെ ഉള്ളപ്പോൾ പോലും അതുകൊണ്ട് തന്നെ. പക്ഷേ ശോഭാ സുരേന്ദ്രൻ ഇത്തരമൊരു അവസ്ഥയിലേക്ക് അവരെ ചതിച്ചതാണെങ്കിലും അല്ലെങ്കിലും ഇത്തരമൊരു അവസ്ഥയിലെത്തുന്നതിൽ എനിക്ക് വലിയ സങ്കടമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കുന്ന കാര്യം വെച്ചാൽ, ഒരു വിവാദം ഉണ്ടാകുമ്പോൾ ആ വിവാദത്തിന് മെറിറ്റൊക്കെ രണ്ടാമത് വരും. അത്രയേ ഉള്ളൂ. ആ വിവാദം ഒരു പബ്ലിക്കിനെ, ജനറൽ പബ്ലിക്കിനെ അഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. അത് ഇവർക്ക് നെഗറ്റീവായിട്ടാണ് വന്നത്. അത് കറക്റ്റാണ്. കാരണം എന്താ അറിയോ, ഈ ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കായിരിക്കും ഇതിന്റെ സത്യാവസ്ഥ, അപ്പോഴേക്ക് ഇവർക്ക് നഷ്ടപ്പെടാനുള്ളതെല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് അടിസ്ഥാനപരമായി ശോഭാ സുരേന്ദ്രനെ വളരെ അനായാസമായി ജയിക്കേണ്ട ആ ഒരു സാഹചര്യത്തെ ദോഷമായി ബാധിക്കുന്ന തരത്തിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. പക്ഷേ ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആ വിഷയം ഞാൻ ആശയക്കുഴപ്പത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പറഞ്ഞൊരു ഭാഗം അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ്റെ വിശദീകരണവും ഞാൻ ഇതിനകത്തൊരു ചതി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ചതി എന്ന് പറയുന്നത് സ്വന്തം പാർട്ടിക്കാർ കാണിച്ച ചതിയാണോ അതോ കോൺഗ്രസ്സുകാർ മനഃപൂർവ്വം പണി കൊടുത്താണോ അത് നമുക്കറിയില്ല. അതായത് രണ്ടും ഉണ്ടാവും. ഇവിടെ ആകെപ്പാടെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ വിശദീകരണത്തിൽ നമുക്കൊരു അനുകമ്പ തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ശോഭാ സുരേന്ദ്രൻ അല്ല പണം കൊടുക്കുന്നത്. പണം കൊടുക്കുന്നത് മുല്ലപ്പൂ മാടിയ ഒരു വെള്ള ലേഡിയാണ്. ആ സ്ത്രീ തന്നെയാണ് ഈ BJP വാഹനങ്ങളുടെ സൈഡിലോട്ട് നടന്നു പോകുന്നത് നമ്മൾ കാണുന്നത്. അതെ. അപ്പം അവർ കൊടുക്കുന്നതിൻ്റെ സൂം ചെയ്ത് ചിത്രമെടുത്താൻ പറ്റിയ അവർക്ക് ഇവർ ഈ വണ്ടിയിലേക്ക് കയറുന്നതിന് ചിത്രമെടുക്കാൻ പറ്റാത്തത് എന്താണ് എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ്. ഒന്നുകൂടി അവരുടെ മുഖം എവിടെങ്കിലും അവരുടെ മുഖം വന്നിട്ടില്ല. അപ്പം ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തൊരു
ചതിയുണ്ട്. ഒരു പക്ഷേങ്കിൽ ഇവർ മനഃപൂർവ്വം ശോഭാ സുരേന്ദ്രനെ ട്രേസ് ചെയ്യിപ്പിച്ച് അതെ ശോഭാ സുരേന്ദ്രന് വേണ്ടി പണം കൊടുപ്പിച്ചു എന്ന തരത്തിലാക്കിയതാണ് ഞാനതാണ് വിശ്വസിക്കുന്നത്. ഒരു കാരണം സാധനം. പക്ഷേ അവിടെയും ശോഭാ സുരേന്ദ്രൻ സംഭവം വിശദീകരിക്കുമ്പോൾ അത്രയും നിഷ്കളങ്കത ഉണ്ടെങ്കിൽ, അതായത് ഇതിൻ്റെ അകത്ത് അവർക്ക് മനസ്സ് റിവ്യൂ ഇല്ല, കോൺഗ്രസ്സുകാരിയാണ് ഇത് കൊടുത്തതെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ആത്മവിശ്വാസത്തോടെ വിശദീകരിക്കാൻ അതാ പ്രശാന്ത് ശിവനാണ് ആ സംഭവം കൃത്യമായിട്ട് വ്യക്തമായി പറഞ്ഞത്. പക്ഷേ ഒരു ട്രോമ കാണും. അല്ല, പക്ഷേ എങ്കിൽ പോലും ഒരു ആശയക്കുഴപ്പം അവിടെ കാണുന്നുണ്ട്. ആ ആശയക്കുഴപ്പമാണ് അവരുടെ നമ്മുടെ വിശദീകരണം. അതാണ് നമുക്ക് സംശയത്തിനിട നൽകുന്നത്. പക്ഷേ നമുക്ക് അതിനകത്ത് ഉന്നയിക്കാവുന്ന 2 ചോദ്യങ്ങളുണ്ട്. ഇത്തരം ഒരു മണ്ടത്തരം ശോഭയെ പോലൊരു നേതാവ് പരസ്യമായിട്ട് കാറിൽ ചെന്നൊരു വീട്ടിൽ ചെന്ന് പൈസ കൊടുക്കും. അത് ഒരുപാട് വാഹനങ്ങളൊക്കെ പറയും, ഒരുപാട് വാഹനങ്ങൾ. പിന്നെ ആരും ശോഭ പോയിട്ടില്ല. ഇല്ല, അല്ല, ഇപ്പം ആളെ വിടാനാണെങ്കിൽ പിന്നെ അതുപോലെ ഒരു അമ്മച്ചിക്ക് കൊണ്ടൊരു 5000 രൂപ കൊടുത്താൽ, 5000 എന്നാണ് പറയുന്നത്, എത്ര കൊടുത്തെന്ന് നമുക്കറിയില്ല, ഈ 5000 രൂപ കൊടുത്താൽ ഈ അമ്മച്ചി വോട്ട് ചെയ്യുമോ, അല്ലെ ഈ അമ്മച്ചിയുടെ പശ്ചാത്തലം എന്താണ്, ഇതൊന്നും ഇതിനകത്ത് വരുന്നില്ല. അല്ല, അതൊക്കെ പ്രശ്നം നടക്കുന്നുണ്ട്. അതായത് ഈ പണം കൊടുത്ത് സാരി കൊടുത്തെന്ന് പറഞ്ഞു അല്ല, പണം കൊടുക്കുക എന്ന് പറയുന്നത്, ഞാനൊരു കാര്യം പറയും, ഉന്നതികളുണ്ടല്ലോ ഈ കോളനികളിൽ, ഈ കോളനികളിൽ പണം കൊടുക്കുന്ന രീതി എല്ലാ തെരഞ്ഞെടുപ്പിലും നമ്മുടെ നാട്ടിലുണ്ട്. സത്യമാണ്. ഞാൻ പൊതുപ്രവർത്തകനായിരുന്ന ആളായതുകൊണ്ട്, ഈ മാധ്യമ പ്രവർത്തനത്തിന് മുമ്പ് പൊതുപ്രവർത്തനായിരുന്ന ആളായതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ഇത് മാത്രമല്ല, മദ്യവും കൊടുക്കും. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് പണം കൊടുത്തിട്ടില്ല നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. പക്ഷേ ശോഭാ സുരേന്ദ്രൻ അല്ല പണം കൊടുത്തിരിക്കുന്നത്. ആ പണം കൊടുത്ത സ്ത്രീയുടെ മുഖം ഇവർ ഷൂട്ട് ചെയ്തിട്ടില്ല. ആ പണം കൊടുത്ത സ്ത്രീ ശോഭാ സുരേന്ദ്രന്റെ വാഹനത്തിലോ അല്ലെങ്കിൽ BJP-ക്കാരുടെ വാഹനത്തിലോ കയറുന്ന ദൃശ്യവുമില്ല. അപ്പൊ ഇത്രയും എടുക്കാമെങ്കിൽ, അതായത് പണം കൊടുക്കുന്നതിന് ദൃശ്യം വരെ എടുക്കാമെങ്കിൽ ഇവർ കയറുന്നെങ്കിൽ എടുക്കാമായിരുന്നു. അതിന് മാത്രമല്ല, അവരെ തടഞ്ഞു നിർത്താമായിരുന്നല്ലോ. അവിടെ ആ സ്പോട്ടിൽ ഇവർക്ക് പോലീസിനെ വിളിക്കാം. അവരെ തടഞ്ഞു നിർത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു മനഃപൂർവ്വം പണി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിനകത്ത് പ്രൊഫഷണൽ എന്ന് വെച്ചാൽ ഒരുപക്ഷെ ഒരു പണം കൊടുത്ത് കാണുമായിരിക്കും. പക്ഷേ ഈ സ്ത്രീയും ഈ പണം കൊടുത്ത സ്ത്രീയും ഈ ഗൂഢാലോചകരും തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നിരിക്കാം. അങ്ങനെയും വരാം. ഇത്തരത്തിലുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ പോലും ശോഭാ സുരേന്ദ്രൻ വിശദീകരിച്ചിട്ടുള്ള ഒരു പ്രശ്നം. അത് ഞാൻ പറയാം, അത് അവർ അത്ര ഭയന്നിട്ടുണ്ട്. കാരണം ഇങ്ങനൊരു സംഭവം ഇപ്പോൾ വരുമ്പോൾ എത്ര നല്ല നേതാവാണെന്ന് പറഞ്ഞാൽ, അല്ല പിന്നെ പിണറായിയപ്പോൾ ഉള്ളവരൊക്കെ ആയിരിക്കണം, ഈ കള്ളത്തരം പറയാനുള്ള കഴിവ് വേണമല്ലോ. ഇത് അവർക്കത് കാണില്ല. അതൊരു പ്രശ്നമാണ്. പക്ഷേ ഇനി ഇതിനകത്ത് സാധ്യത ഞാൻ കാണുന്നത്, പണം കൊടുക്കുന്നു എന്ന് പറയുന്നൊരു പുതിയ കാര്യമൊന്നും അല്ല. അത് CPM-കാരാണ് ഏറ്റവും വലിയ വിദഗ്ധന്മാർ. പൈസ കൊടുക്കുന്നത് CPM-കാർ കൊടുക്കും, കോൺഗ്രസ്സുകാർ കൊടുക്കും, BJP-ക്കാരും കൊടുക്കും. അപ്പോൾ ഇതിൽ വലിയ കാര്യമൊന്നുമില്ല, പുതുമയില്ല. പക്ഷേ ഇത് കൊടുക്കുമ്പോൾ കാണിക്കുന്ന 2 ജാഗ്രതകൾ. ഇപ്പം ഞാൻ പറഞ്ഞ എനിക്കൊക്കെ പരിചയമുള്ള എൻ്റെയൊക്കെ പൊതുപ്രവർത്തന കാലത്ത്, ഒരുപാട് കാലങ്ങൾക്ക് മുമ്പാണ്, ഈ പൊതുപ്രവർത്തന കാലത്ത് ഈ പണം കൊടുക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു. ഉദാഹരണം, ഈ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നത്, നമ്മൾ കറക്റ്റ് കണക്കെടുക്കുകയാണ്. കണക്കെടുത്തിട്ട് ഇത്ര വോട്ട് ഇയാൾ നമ്മൾ എത്ര പരമാവധി ശ്രമിച്ചിട്ടും ഇത് ഇത്രയും പോകും. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഉന്നതിയിൽ അത് പർച്ചേസ് ചെയ്യല്ലേ ഞങ്ങൾ ചെയ്താന്ന്. പർച്ചേസൊക്കെ വേറെ പലതും നടന്നു. ഒരു ഉന്നതിയിലെ ഇത്ര വോട്ട് തടയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യത്തില്ല, അവരാണ് പാക്ക് പൊളിക്കുന്നവർ. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ വോട്ടിന്റെ തലേദിവസം പാക്ക് പൊളിക്കാൻ അവർക്ക് പാക്ക് കൊണ്ട് കൊടുക്കുകയാണ്. അവർക്ക് ഒരു ദിവസം കൊണ്ട് അപ്പൊ പാക്ക് തീരുന്നതനുസരിച്ച് നമ്മൾ പാക്ക് കൊടുത്തോണ്ടായിരിക്കും. പാക്കറഞ്ഞൊടിക്കുകയാണ് ഇവർക്ക് പഠിച്ചത്. അങ്ങനെ വോട്ടിങ് കഴിയുന്നവരെ കൂടെ പാക്ക് പൊളിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ ജയിച്ചു. അതായത് 7 വോട്ടിനാണ് ജയിച്ചത്. അവിടെ ഞങ്ങൾ തടഞ്ഞത് 16 വോട്ട്. നിങ്ങൾ ബ്രൈബ് ചെയ്തില്ല. അപ്പൊ എന്ന് മാത്രമല്ല, ഈ പണം കൊടുക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു കുട്ടികളും. ഞാൻ പറഞ്ഞു, ഞാൻ കൊടുത്തുന്നോ ഒന്നും അല്ല, വലിയ കേസെടുക്കുമ്പോൾ ഈ പണം കൊടുക്കുന്ന സംവിധാനങ്ങളുടെ ഭാഗമായിരുന്നു. നമ്മൾ അടയ്ക്കാ കൊടുത്തു അല്ല, പണം കൊടുക്കുന്ന കാര്യങ്ങളുടെ സംവിധാന ഭാഗമായിരുന്നപ്പോൾ പണം കൊടുക്കാൻ വേണ്ടി ഒരാൾ കയറിയാൽ ഒരിക്കലും സ്ഥാനാർത്ഥി ആ പരിസരത്ത് ഉണ്ടാവത്തില്ല. 1 അത് ശരിയാണ്. 1 2 ഈ കയറുന്നതിന്റെ ഒരു എൻട്രൻസ് ഉണ്ടാവില്ല, അതിന് താഴെ നമ്മളൊരു വീട്ടിലേക്ക് പോവാണെങ്കിൽ റോഡിൽ നിന്നോ പരസ്യമായിട്ട് കൊടുക്കില്ല, അവിടെ നമ്മുടെ കുറെ പേരുണ്ടാവും. എന്തിനാന്ന് വെച്ചാൽ ഈ മറ്റേ ആൾക്കാർ എതിരാളികൾ വരികയോ സീനുണ്ടാക്കുകയോ ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടാവും. അപ്പൊ ഇത്തരം സുരക്ഷിതത്വമില്ലാതെ ഇത് കൊടുത്തു എന്ന് പറയുന്നതിൻ്റെ അകത്തുള്ള ഒരു ഇതിലാണ് ഞാൻ കരുതുന്നത്. ഇത് BJP ശോഭാ സുരേന്ദ്രൻ അവിടെ ജയിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് BJP-ക്കാരുണ്ട്. അവന്മാരായിരിക്കും ഇതിന്റെ പിന്നിൽ. കാരണം ശോഭ തോറ്റാൽ മാത്രമേ അവിടെയുള്ള ചിലർക്ക് അവിടെ സീറ്റ് കിട്ടത്തുള്ളൂ. അപ്പൊ അവരുടെ ഒരു ഒറ്റില്ലാതെ ഈ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡ്രസ് കോഡ് വരെ അത് കറക്റ്റ് അല്ലേ? നോക്കിയ ശോഭയുടെ തലയിലും മുല്ലപ്പൂണ്ട്, ശോഭയുടെ കൂടെ വന്ന ആൾക്കാരെ എല്ലാം തലയും, ആ കൂട്ടത്തിൽ വെളുത്ത ചുരിദാറിട്ട ഒരാളും ഉണ്ട്, അവരുടെ തലയും. അപ്പൊ അതുകൊണ്ട് ഇതുവരെ പുറത്തു വന്നിരിക്കുന്നത് പോലെ ഇത് 100% ശോഭാ സുരേന്ദ്രൻ അറിഞ്ഞുകൊണ്ടുള്ള ഒരു കൈക്കൂലി ഇടപാടാണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റത്തില്ല. CCTV ഉള്ള സ്ഥലമാണ്, ഈസി ആയിട്ട് ആളെ പിടിക്കാം.
പിടിക്കാൻ പറ്റും. പിടിക്കുക. CCTV എന്തായാലും ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടാവാം ഒരു വശത്ത്, ഒരു അല്ല, പക്ഷേ ഇത് ഞാനിപ്പോഴും പറയുന്നു, ഞാൻ ശോഭാ സുരേന്ദ്രനോട് യാതൊരു സോഫ്റ്റ് കോർണർ ഉള്ള ഒരാളല്ല. ഈ കോൺഗ്രസിന് അങ്ങനെ നമുക്കൊരു പാർട്ടിയോട് ഒരു ഇതുള്ള ആളല്ല. പക്ഷേ ഈ വിഷയത്തിനകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് ട്രാപ്പാണ്. അത് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ്റെ ആൾക്കാരല്ല. ഇതിപ്പോൾ എൻ്റെ വീഡിയോയുടെ അടിയിൽ ഒരുപാട് പേര് കമന്റ് ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഇവർ മനസ്സിലാക്കാതെ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഓൺലൈൻ പോർട്ടലും മറുനാടൻ ഡെയിലി എന്ന് പറയുന്ന ഓൺലൈൻ ചാനലും ഇത് അതേപോലെ തന്നെ കവർ ചെയ്യുന്നുണ്ട്. ലോകത്തുള്ള എല്ലാ വാർത്തയും ഞാൻ തൊടാറില്ല. ഞാൻ തൊടുന്നത് വീഡിയോ അത് പിറ്റേ ദിവസമുള്ളൂ. സാധാരണഗതിക്ക് ഞാനൊരു വിഷയത്തിന്റെ ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് വാർത്ത ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഫുൾ വിശദാംശങ്ങൾ എനിക്ക് ലഭിക്കും. അല്ലാതെ ഒരു സംഭവം ഉണ്ടായ ഉടനെ തന്നെ ഞാൻ വീഡിയോ ചെയ്യാറില്ല. ഇതാണ് എൻ്റെ രീതി. അതിപ്പോൾ എന്നെ അറിയാവുന്നവർക്കറിയാം. നമ്മൾ നാളെ തീർച്ചയായിട്ടും വിഷയത്തെക്കുറിച്ച് വീഡിയോ ചെയ്യും. കുറച്ചുകൂടെ ഡെവലപ്ഡ് ആവും. അപ്പോൾ ഡെവലപ്പ് ആവും. ഇതിന്റെ ഭാഗം എന്ന് പറയും. ശോഭയോട് ചോദിക്കാൻ പറ്റും, പിഷാരോട് സംസാരിക്കാൻ പറ്റും. ഇതൊക്കെ ചോദിച്ചിട്ട് മാത്രമേ, അല്ലാതെ ഒരു സംഭവം ഉണ്ടായാലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പക്ഷെ ഒരു കാര്യം പറയാതിരിക്കുന്ന വൃത്തിയില്ല, ഈ വിഷയത്തിൽ ഒരു നെഗറ്റിവിറ്റി ശോഭാ നെഗറ്റീവായിട്ട് ബാധിച്ചു. അതുകൊണ്ടാണ് അവർ ഭയന്നതും. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ കഴിയാൻ പോയത്. ഏറ്റവും നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്, കൃത്യതയോടെയും വ്യക്തമായി സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ്. പക്ഷേ ഇത്തവണ പ്രശാന്ത് ശിവൻ വേണ്ടി വന്നു അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയി. അവര് ഇതിന്റെ അകത്ത് നിരപരാധിയാണെങ്കിൽ അങ്ങേയറ്റത്തെ ദ്രോഹമാണ് വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയോട്. അല്ല, ഈ രാഷ്ട്രീയത്തിൽ അങ്ങനൊന്നും ഉള്ള ഒരു ചിന്താഗതി ഇല്ലല്ലോ. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്ന് പറഞ്ഞ പോലെയല്ലോ. എന്ത് വിധേനയും ശോഭയെ തകർക്കുക. അത് BJP-ക്കാർ തന്നെ ചെയ്തു കൊടുത്ത പണിയാണ് കോൺഗ്രസ്സുകാരെ നടപ്പാക്കിയെന്നുള്ളൂ. മൊത്തം വിവരം ഇപ്പം നമ്മളിത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ഏറ്റവും കൂടുതൽ, ഇപ്പം നമ്മളോട് രാജ്മോഹൻ ചേട്ടൻ പറഞ്ഞു, ഏറ്റവും കൂടുതൽ ശോഭാ സുരേന്ദ്രനെതിരെ പിന്നെ BJP-ക്കാരായിരുന്നു പറഞ്ഞിട്ട് ജയ്ഹിന്ദ് ചാനലിലോട്ട് ഇതാണ്ട് അവർ ഇന്നടത്തുണ്ട് എനിക്കറിയാമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ശോഭാ സുരേന്ദ്രൻ തമ്മിൽ അടുപ്പമെന്ന് അറിയുന്നത് വരെ ശോഭാ സുരേന്ദ്രന്റെ എന്തോ ഉടമ്പടി എഗ്രിമെന്റ് അമിത്ഷാ എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം സാധനങ്ങൾ എനിക്ക് ആളുകൾ അയച്ചു തരുമായിരുന്നു. ശോഭാ സുരേന്ദ്രനെതിരെയാണ് ഏറ്റവും അധികം ഗൂഢാലോചന BJP-ക്കകത്തുള്ളത്. ഒന്നാമത്തെ കാര്യം, അവര് ഒരു ലേഡിയാണ്, അതുകൊണ്ട് തന്നെ നല്ല നേതാവാണ്. അവർ ഉയർന്ന് മുകളിലേക്ക് വരാൻ, ലേഡി എന്ന് പറഞ്ഞാൽ ലേഡിക്ക് അപ്പുറത്തേക്ക് ഇവർക്ക് ഭയങ്കരമായ ഒരു കരിസ്മയുണ്ട്. ആ കരിസ്മയെ BJP-ക്കാരും ഭയപ്പെടുന്നുണ്ട്. ഈ BJP ഒരു കാലഘട്ടത്തിൽ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും ഒരേപോലെ വന്ന നേതാക്കന്മാരെ, രണ്ടുപേർക്കും നല്ല ഇതുണ്ടായിരുന്നു, സംസാരിക്കാനുള്ള കഴിവും പ്രവർത്തന മികവും ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അത് ഇനി നമുക്ക് അടുത്തതായി സംസാരിക്കേണ്ട ഇന്റർനാഷണൽ അടിയന്തരമായിട്ട് നമ്മൾ സംസാരിക്കേണ്ടത് അത്, പക്ഷെ അവിടെ നിൽക്കട്ടെ, അത് ഒടുവിൽ സംസാരിക്കാം. ഈ തെരഞ്ഞെടുപ്പ് നാളെയാണ്. അപ്പൊ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തലേദിവസം എന്തും സംഭവിക്കാം എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ശോഭയുടെ. അതുപോലെ എന്താണ് നിങ്ങളുടെ അടൂർ സ്ഥാനാർത്ഥിക്ക് സംഭവിച്ചത്? അടൂർ സ്ഥാനാർത്ഥിക്കെതിരെ അവര് നോട്ടീസ് ഇറക്കി എന്ന് പറഞ്ഞാൽ ഈ സംഭവം നേരത്തെ ഉള്ളതാണ്. അഡ്വക്കേറ്റ് CB ശാന്തകുമാർ UDF സ്ഥാനാർത്ഥി, ഇദ്ദേഹം ഒരു കൊലക്കേസ് പ്രതിയാണെന്നും പറഞ്ഞിട്ട് ഇവർ നോട്ടീസ് ഇറക്കി കഴിയുന്ന സമയത്ത് നാട് മുഴുവൻ ഇറക്കി ഈ പറയുന്ന പ്രദേശത്തെ വീടുകളിലെല്ലാം എത്തിച്ചു കഴിഞ്ഞ് ഇന്നലെ രാത്രിയിലാണ് അവരറിയുന്നത്, ഇന്നലെ വൈകിട്ട് അറിയുന്നത്. ഉടനെ തന്നെ ശാന്തകുമാറും അവരുടെ തോപ്പിൽ ഗോപകുമാർ എന്ന് പറയുന്ന മുതിർന്ന കോൺഗ്രസ് ഇവരെല്ലാം കൂടെ ചേർന്ന് RD ഓഫീസിൽ കുത്തിയിരുന്ന് ഉപരോധിച്ചു. ഒരു വിവരം പറഞ്ഞ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഭരണാധികാരിയായ ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ അദ്ദേഹം ഇടപെടുന്നു, കേസെടുക്കാൻ ആവശ്യപ്പെടുന്നു. ഈ 4 പേരെ കസ്റ്റഡിയിലെടുത്തു. ഈ വ്യാജ പരാതി, ഈ വ്യാജ പ്രതിയല്ല, ഇദ്ദേഹം പണ്ട് കേസിൽ പ്രതിയായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ അദ്ദേഹത്തെ കൊലക്കേസിൽ നിന്ന് വെറുതെ വിട്ടതോടെ പിന്നെ അങ്ങനെ അയാൾ പ്രതിയാകും. കേസിന്റെ ഫൈനൽ വെർഡിക്റ്റ് വരുന്നവരെയല്ലേ ഉള്ളൂ ഒരു പ്രതി. ഒന്നുകിൽ അയാളെ ശിക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ അയാൾ വെറുതെ വിടും. ഇയാൾ വെറുതെ വിട്ടു പോയി. അപ്പോൾ ആ വെറുതെ വിട്ടു പോയി എന്നുള്ള വസ്തുത മറച്ചു വെച്ചിട്ട് പഴയ ഒരു FIR എടുത്തിട്ട് ഈ FIR-ന്റെ പടം വെച്ചിട്ടാണ് ഇവർ ഇത് ഉണ്ടാക്കി വിട്ടത്. അപ്പോൾ ഞാൻ അത്ര കേസിലെ പ്രതിയാണ്. അതേ തുടർന്നാണ് അദ്ദേഹം ഇന്നലെ അങ്ങനെ ചെയ്ത്. ഇന്നിപ്പോൾ അദ്ദേഹം അത് കണ്ടിട്ട് പൊട്ടിക്കരഞ്ഞു. രാവിലെ മാധ്യമങ്ങൾക്ക് മുൻപ് ഉടനെ അദ്ദേഹത്തിനെതിരെ ജില്ലാ കളക്ടർ കേസെടുത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ്. പ്രതികരിക്കാൻ മീഡിയ നമുക്കെതിരെ ഒരു ആരോപണം ഉണ്ടായാലും മറുപടി അവകാശം അത് ഏതൊരു പൗരന്റെ അതപ്പം ഈ എതിർപക്ഷത്തു നിന്നുള്ള സമ്മർദ്ദം മൂലമാണ് അത് എടുത്തിരിക്കുന്നത്. അതേസമയം ഈ LDF-ന്റെ സ്ഥാനാർത്ഥിയും പ്രതികരിച്ചിട്ടുണ്ട് ഇതേ വിഷയത്തെക്കുറിച്ച്. അവർക്കെതിരെ കേസില്ല. അപ്പോൾ ആ ഇരട്ടത്താപ്പ് നമ്മൾ നോക്കിക്കൊണ്ട് ഇപ്പോഴും നമുക്കറിയാമല്ലോ, CPM-ന് അധികാരം നഷ്ടമാകുമെന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോഴും വിശ്വാസമില്ല. അതുകൊണ്ട് അവരിപ്പോഴും CPM-ന് വിടുപണി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ സംഭവം ഇത് ആദ്യത്തെ സംഭവമല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ MG കണ്ണനെതിരെ ഇത് സമാനമായ ആക്രമണം ഉണ്ടായി. അന്ന് ഇതേ രീതിയിൽ സമാനമായിട്ട് അദ്ദേഹം ഇന്നിപ്പോൾ ശാന്തകുമാർ പറഞ്ഞ ഒരു വാചകമാണ് നമ്മുടെ മനസ്സിൽ തട്ടിയത്. അവർ MG കണ്ണനെ ഇല്ലാതാക്കിയ പോലെ എന്നെ ഇല്ലാതാക്കും. അത് MG കണ്ണൻ മരിച്ചുപോയി. അതാന്ന് പറഞ്ഞാൽ അന്ന് അതുപോലെ തലക്കടിച്ച് കൊല്ലുമായിരുന്നല്ലോ. ശരിക്കും പറഞ്ഞാൽ പോലീസ് തലയ്ക്ക് ലാത്തിക്ക് അറിഞ്ഞപ്പുറത്തോ അടിച്ചാണ് ആ മനുഷ്യൻ മരിച്ചു പോകുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു പേര് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഇപ്പോൾ ഈ ശാന്തകുമാർ അവിടെ മത്സരിക്കുന്നത്. ശാന്തകുമാർ നല്ല ഇതിൽ UDF വളരെയധികം മുന്നിലാണ്. നമ്മളവിടെ സർവേ നടത്തിയപ്പോഴും നമുക്കറിയാം.
അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തിനെ ഇങ്ങനെ ഒരു പ്രചാരണം ഇദ്ദേഹത്തിനെതിരെ അഴിച്ചുവിടുക എന്ന് പറഞ്ഞാൽ, എന്നിട്ട് കൊലക്കേസ് പ്രതിയാണ്, ഇന്നതാണ് പറഞ്ഞ് ഇവർ സോഷ്യൽ മീഡിയ വ്യാപക പ്രചാരണമാണ്. നമുക്ക് വിഷയങ്ങൾ ഒരുപാടുള്ളതുകൊണ്ട് നമ്മൾ അവിടെ നിൽക്കുന്നില്ല. നമുക്ക് ഇന്ന് ഞങ്ങൾ, അതായത് മറുനാടൻ ടീം മറുനാടൻ ഇന്ന് നമ്മുടെ ഒരു ഭാഗം, ഇതിനകത്ത് നമ്മൾ വളരെ നേരത്തെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നിഷ്പക്ഷരല്ല, ഞങ്ങൾക്ക് പക്ഷമുണ്ട്. ആ പക്ഷം എന്ന് പറയുന്നത് ഇടതുമുന്നണി അധികാരത്തിൽ വരരുത് എന്നുള്ളതാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ആ ഭരണത്തിന് കീഴിൽ ഏറ്റവും അധികം അനുഭവിക്കേണ്ടി വന്ന ഒരുപറ്റം ആൾക്കാർ ജോലി ചെയ്യുന്നൊരു സ്ഥാപനമാണ്. വഴിയെ പോയവർ പോലും ഷാജൻസ്കറിയായ വിളിച്ചു എന്ന പേരിൽ പേര് മാറിപ്പോയി. കൊല്ലത്തൊരു ഷാജനാന്നും പറഞ്ഞൊരുത്തനെ പിടിച്ചോണ്ട് ശ്യാം പറഞ്ഞ പേര് മാറിപ്പോയി, പിടിച്ചപ്പോൾ ഷാജസ്കറി, നീയാണ് ഷാജസ്കറി അല്ലേ എന്ന് പറഞ്ഞ് പിടിച്ചോണ്ട് വരാ. അതുകൊണ്ട് ഇടതുമുന്നണി വീണ്ടും അധികാരത്തിൽ വരുമോ ഇല്ല എന്ന് രണ്ടാമത്തെ കാര്യം. പക്ഷെ വരാതിരിക്കാൻ നമ്മളെ അണ്ണാറ കുഞ്ഞിനും തന്നാലാതെ എന്ന ഒരു നിലപാട് നമുക്കുണ്ടായിരുന്നു. കേരളത്തിലെ ജനങ്ങളുടെ ഒരു വലിയ വികാരം നമ്മൾ ഏറ്റെടുത്തിരിക്കും. വികാരമുണ്ട്. അപ്പം ഇന്ന് ഞങ്ങൾ ചെയ്തത് ഫൈനൽ ഡേ ആണ്, നാളെയാണ് തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഞങ്ങളാൽ കഴിയുന്ന സഹായം, അതായത് പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരാതിരിക്കാൻ പറ്റുന്ന ഞങ്ങളാൽ കഴിയുന്ന ഒരു ട്രിപ്പിൾ പൂട്ടിട്ടു. ഈ ട്രിപ്പിൾ പൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ രണ്ടോടിരുന്ന് ചെയ്തതാണ്, ഞാനും വിശാഖനോടിരുന്ന് ചെയ്ത കാര്യം. 2023 മറുനാടൻ വേട്ടയെ കുറിച്ചുള്ള ഒരു തിരനോട്ടം, അതിൽ വേട്ടയാടപ്പെട്ടവർ ഇരകളെ സംസാരിക്കുന്നത് എങ്ങനെയാണ് ഇത് പറഞ്ഞാൽ, മറുനാടൻ വേട്ടയെ കുറിച്ച് പറഞ്ഞാൽ ഒരുപാടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഇപ്പൊ വരും, അത് കാണുക. അതെ, അതിപ്പോ ഇന്നിപ്പം ഈ വീഡിയോ അന്നിപ്പോ 6 മണിക്ക് മുമ്പ് തന്നെ വരും. നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് മറുനാടൻ മലയാളി ചാനലിലാണ്, മറുനാടൻ മലയാളി എന്ന ഞാൻ വീഡിയോ ചെയ്ത ചാനലിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ എങ്ങനെയാണ് ഞങ്ങൾ ഈ പ്രതിസന്ധിയെ നേരിട്ടതെന്ന് വ്യക്തമായി പറയുന്നു. അതേസമയം ഞാൻ ആ സമയത്ത് അനുഭവിച്ച സംഘർഷങ്ങളും പ്രതിസന്ധികളും മാത്രം ദിവസങ്ങളോളം ചെയ്യാൻ പറ്റുന്നതുണ്ട്. ഒളിവ് ജീവിതവും അതുമായി ബന്ധപ്പെട്ട്. പക്ഷെ എന്തായാലും മറുനാടനെ ഇഷ്ടപ്പെടുന്നവർ ഇത് കാണണം. മറുനാടനെ ഇഷ്ടപ്പെടുന്നവർ മറുനാടനെ നിശബ്ദനാക്കാൻ വേണ്ടി ഖജനാവിലെ കോടികൾ മുടക്കി ഈ സർക്കാർ കാട്ടിയിരിക്കുന്ന വൃത്തികേടിന്റെ വിശദാംശങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് ഓർത്താൽ മറുനാടനെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും ഈ സർക്കാരിന് വോട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ള വിശ്വാസത്തിന് പുറത്താണ്. കാരണം അന്ന് നമ്മളെ പിന്തുണച്ച മറുനാടൻ വായനക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ 95% വായനക്കാരും, ഒരുപക്ഷെ 100% ആൾക്കാർ നമ്മൾ പിന്തുണച്ച, അവരുടെ അടുത്തൊക്കെ നമ്മളൊരു ഓർമ്മ പുതുക്കലായിട്ടാണ് ഈ സംഭവം. നിങ്ങൾ ആരും ഇത് മറന്നു കാണാൻ ഇടയില്ല. എങ്കിലും മറന്നു പോയവർക്കായിട്ടൊരു ഓർമ്മ പുതുക്കൽ. ഞങ്ങൾ അനുഭവിച്ച ദുരിതം നിങ്ങൾ കൂടി അനുഭവിച്ചു. കാരണം മറുനാടൻ നിലനിൽക്കേണ്ടത് സത്യം നിലനിൽക്കേണ്ട ആവശ്യകതയാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇപ്പം ഞാനിപ്പം മാതൃഭൂമിയുടെയും മനോരമയുടെയൊക്കെ ഓൺലൈൻ പോർട്ടൽ തുറന്നു നോക്കുക. ഓൺലൈൻ പോർട്ടൽ തുറന്നു നോക്കുമ്പോൾ നമുക്ക് ആ വാർത്ത വായിക്കാൻ തുടങ്ങണമെങ്കിൽ ആദ്യം BJPയുടെ പരസ്യം കാണാം, രണ്ടാമത് UDFന്റെ പരസ്യം കാണാം, മൂന്നാമത് LDFന്റെ പരസ്യം. 3 പരസ്യം കണ്ടാലേ കാണാൻ പറ്റൂ. കാരണം ഫുൾ പേജ് പരസ്യം വരുവാണ്. ഇത്തരത്തിൽ സകല ഓൺലൈൻ പോർട്ടലുകൾക്കും പരസ്യം കൊടുക്കുന്നുണ്ട്, സകല യൂട്യൂബുകൾക്കും പരസ്യം കൊടുക്കും. നമുക്കും ഓഫർ ഉണ്ടായിരുന്നു. അതെ, നമ്മൾ കൊടുത്തില്ല. നമ്മൾ ആരുടെയും പരസ്യം വേണ്ട എടുത്തൊരു സ്റ്റാൻഡ് എടുത്ത് നമ്മൾ കൊടുത്തു, ഒരാളുടെയും. പക്ഷേ ഡെയിലി ഹണ്ട് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ പരസ്യം വരുന്നുണ്ട്. അതുപോലെ യൂട്യൂബിൽ യൂട്യൂബിൽ നമ്മൾ എടുക്കുന്നതല്ല, യൂട്യൂബിന്റെ നമ്മുടെ പേജിലും ഗൂഗിളിന്റെ പരസ്യം നമ്മുടെ പേജിലും വരുന്നുള്ളത് കൊണ്ട്. അല്ല, നമ്മൾ എന്തായാലും പണം സ്വീകരിച്ചുകൊണ്ട് ആ പരസ്യം എടുത്തിട്ടില്ല. അപ്പം ഇത് പക്ഷെ ആരും ചെയ്യാറില്ല. മനോരമയും മാതൃഭൂമി ഏഷ്യാനെറ്റും ഒക്കെ ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പരമ്പരാഗത മാധ്യമങ്ങൾക്ക്, ഇന്നലെ ഞാൻ പ്രശാന്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എടുത്തു പറഞ്ഞ വാക്ക്, മുഖ്യധാരാ മാധ്യമങ്ങൾ നല്ല പറയുന്നത് ട്രഡീഷണൽ മീഡിയാസ്, ട്രഡീഷണൽ മീഡിയ എന്ന് പറയുന്ന. അപ്പോൾ ഈ ട്രഡീഷണൽ മീഡിയകൾക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് ഈ CPMന്റെ കൊള്ളയെക്കുറിച്ച് പറയാൻ പറ്റില്ല. അവർക്കെല്ലാം പൈസ കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഒരു ബാധ്യതയാണ് ഈ പൊതുസമൂഹത്തിന്റെ വികാരം തുറന്നു. അതാണ് ആദ്യം ചെയ്തത്. നമുക്ക് ആരോടും കടപ്പാടില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാന ഘടകം. ഇവരാരും പൈസ എന്നല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ ഇതിപ്പോ അത് കോൺഗ്രസ് ആണെങ്കിലും സതീശനാണേലും രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിലും ആരാണെങ്കിലും നമ്മളെ ബാധിക്കുന്ന വിഷയം. ഞാൻ പറഞ്ഞത് ഈ 2020 സാബുവിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വാർത്തകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ അവരെ കാര്യമായി സപ്പോർട്ട് ചെയ്തിട്ടില്ല. അവരുടെ സ്ഥാനാർത്ഥികൾക്ക് മികവില്ല. ഇല്ല, നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. അവരെ ഒരു സ്ഥാനാർത്ഥി ഇപ്പോഴേ MLA ആണെന്ന് പറഞ്ഞു തൃപ്പൂണിത്തറയില്, പിന്നെ ഏറ്റുമാനൂർ ഒരു സ്ഥാനാർത്ഥി. അവര് ഏതോ ഒരു യൂട്യൂബ് ചാനലിലെ വാർത്ത എന്തൊക്കെയാണ് പറയുന്നത്, അത് വാസവം കറി കച്ചവടക്കാരൻ അതൊക്കെ പറഞ്ഞു, ഷാപ്പിലെ കറി വിൽപ്പനക്കാരൻ. നമുക്കൊരിക്കലും അവരുടെ അതിപ്പം 2020 ആയിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ട്, കിറ്റക് സാബുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഏറ്റവും അടുപ്പമാണ്. നമ്മുടെ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളെ സാമ്പത്തികമായി പോലും സഹായിച്ചു. അങ്ങനെ ആ ഒരു കടപ്പാട് അവരോടുണ്ടെങ്കിൽ കുന്നത്ത് നാട്ടിൽ 2020 ജയിക്കുമെന്ന് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞ ഒരു സർവേ ഞാൻ ഇന്നലെ കണ്ടു. കുന്നത്ത് നാട്ടിൽ 2020 വിജയിക്കുമെന്ന്. എനിവേ,
അതാണ് ഞങ്ങൾ കൊടുത്ത ഒരു പൂട്ട്. ജനങ്ങൾ, ഞങ്ങളുടെ പ്രേക്ഷകർ ഓർക്കുക, ഈ ഓർത്തിട്ട് ആ ഓർമ്മയുടെ ഷോക്കിൽ ഇവർ കൂട്ടിയായിരിക്കുന്നുള്ളൂ. 2, ആദ്യം രാവിലെ ചെയ്ത വാർത്തയുണ്ട്. മറ്റേ ഇന്നത്തെ മറുനാടൻ മലയാളിയിലെ യുദ്ധം കഴിഞ്ഞാൽ നമ്മൾ ഇത് രണ്ടാമത്തെ കുട്ടമ്പുഴ സംഭവം. അതൊന്ന് പരിശീലിച്ചു. കുട്ടമ്പുഴയില് ആദിവാസി കോളനി, അതായത് വനത്തിൽ താമസിച്ചുകൊണ്ടിരുന്ന ആദിവാസികളായിട്ടുള്ള പാവപ്പെട്ട മനുഷ്യർ, അവർക്ക് നാടിനെ കുറിച്ച് അറിയില്ല, നാട്ടാരെ കുറിച്ച് അറിയില്ല, അടിസ്ഥാന വിദ്യാഭ്യാസമില്ല, അവരുടെ ഭാഷ പോലും നമ്മുടെ ഭാഷയല്ല. അല്ല അത്തരം ആൾക്കാർ, തിരിച്ചറിവില്ലാത്ത ആൾക്കാർ, ഈ പുറം ലോകത്തിന്റെ വഞ്ചനയെയും കാപട്യത്തെയും കുറിച്ച് തിരിച്ചറിവില്ലാത്ത കുറേ ആൾക്കാരെ അവർക്ക് കാട്ടിൽ അവർക്ക് ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കി കൊടുക്കണം. അത് പക്ഷേ വന നിയമങ്ങൾക്കെതിരായതിനാൽ അവരെ കൊണ്ടുവന്ന് അവർക്ക് ഭൂമി കാട്ടിൽ അവർ സ്വതന്ത്രമായി 10-15 ഏക്കർ സ്ഥലം ഓരോരുത്തർക്കും കൃഷി ചെയ്തുകൊണ്ടിരുന്നു. ഒരാൾക്ക് 2 ഏക്കർ വീതം ഉള്ള സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞാണ്. അങ്ങനെയാണ് ഇവരെ കൊണ്ടുവന്ന് കുട്ടമ്പുഴയിലെ വനമേഖലയ്ക്ക് പുറത്തായിട്ട് കൊണ്ടുവന്ന് ഇവരെ താമസിപ്പിക്കുന്നു. ആ പാവങ്ങൾ ഇപ്പൊ വെറും 3-4 വർഷമായി ടാർപോളിൻ കെട്ടി താമസിപ്പിക്കുക. ടാർപോളിന് കുറെ നാൾ കഴിയുമ്പോൾ വെയിൽ അടിക്കുമ്പോൾ ഈ ടാർപോളിൻ പൊടിഞ്ഞു. ഇത് നമ്മൾ ഈ വിഷയം, ഇവരുടെ ഈ കഥ ഞങ്ങൾ വിശദമായി തന്നെ പീയൂഷ് അവിടെ പോയി. അത് വളരെ വിഷമം തോന്നി. ഈ അളിഞ്ഞ റേഷനരി വെച്ച് കഞ്ഞി വെച്ചിട്ട് അതിൻ്റെ കൂടെ പരിപ്പ് കറി മാത്രം ആ കൂരയ്ക്കകത്ത്. അപ്പോൾ പീയൂഷ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ആ കൂരയ്ക്കകത്ത് കനത്ത ചൂടാണ്, നിങ്ങൾ എങ്ങനെ ഈ ചൂട് അതിജീവിക്കും? നമുക്കറിയാമല്ലോ, ഒരു ടാർപോളിൻ വലിച്ചിട്ട് കീഴിൽ നിന്ന് നേരെ ചൂട് ഇങ്ങോട്ട് അടിക്കുകയല്ലേ. ആ പാവപ്പെട്ട അമ്മമാർ എന്നിട്ട് അവരുടെ വീടിനകം എല്ലാം കൊണ്ടു നടന്ന് ചെളി കുഴച്ച് അതിൻ്റെ അടിത്തറയൊക്കെ ഉണ്ടാക്കി, ഇത് ചെളിയും വെള്ളവും ചേർത്ത് കുഴച്ച് ഇവർ തന്നെ ഉണ്ടാക്കിയ വീടാത്. ഇവരുണ്ടാക്കിയത് ഓർക്കണം. സർക്കാർ അവരെ കൊണ്ടുവന്ന് സ്ഥലം തരാം, വീട് തരാൻ പറഞ്ഞുകൊണ്ട് താമസിച്ചു. എന്നിട്ടാണ് പറഞ്ഞത് അതിദരിദ്രരില്ലാതായി, വീടില്ലാത്തവരില്ലാതായി എന്ന് പറഞ്ഞ് പ്രചരണം നടത്തുക എന്ന് പറയുന്ന ഒരു ഭയാനകമായ. ഇവരാരും അവരുടെ ഇതിൽ വരുന്ന ആൾക്കാരല്ല. അപ്പൊ ഇവരെ എന്താണ്, ഇവരെ ഒരു മാർജിൻ വരച്ചിട്ട് അതിനപ്പുറം കളഞ്ഞിരിക്കും. ഈ രാജ്യത്ത് ഏറ്റവും അധികം പണം ചെലവഴിക്കുന്ന ആദിവാസികൾക്ക് വേണ്ടിയാണ്. ഏറ്റവും കൂടുതൽ കൊള്ളയടിയ നമുക്കറിയാം. റാന്നിയിലൊക്കെ ഈ ട്രൈബൽ വകുപ്പ് ശബരിമലയ്ക്ക് പോകുന്ന വഴി അട്ടത്തോട് ഈ മലമ്പണ്ടാരം വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളുണ്ട്. അതെന്ന് പറഞ്ഞാൽ നൊമാഡ്സ് ആണ് അവർ കൂടുതൽ. അതായത് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത്. അവരെ സ്വന്തമായിട്ടൊരു വീടിനകത്ത് താമസിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഇവരുടെ പേരിൽ ഈ വനം കയറി പോകുന്ന അവർ പോകുന്ന വഴിക്ക് വിവാഹം കഴിക്കുന്നു, അവിടെ തന്നെ പ്രസവിക്കുന്നു, ആ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇറങ്ങുന്നു. 4, 5, 6 കുഞ്ഞുങ്ങളാണ്. ഇവരുടെ പേരിൽ വരുന്ന ഫണ്ടുകൾ എങ്ങോട്ട് പോകും? അപ്പോൾ ഈ ഒരു ഭയപ്പെടുത്തുന്ന കാഴ്ച, അതിദരിദ്രരില്ലാത്ത കേരളം എന്ന് പറയുന്നത് തട്ടിപ്പാണ് എന്ന് സ്ഥാപിക്കുന്ന തരത്തിൽ ഭയപ്പെടുത്തുന്ന ഒരു ഓരോ കുടിലിന്റെയും ചിത്രവും സഹിതമാണ്. ലെങ്തി വീഡിയോ ആണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ അത് കാണാം. അതായത് ഞങ്ങൾ കൊടുത്ത ആദ്യത്തെ സ്ട്രൈക്ക്, അതായത് പിണറായി സർക്കാരിന്റെ പൊള്ളത്തരം തുറന്നു കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ്. മൂന്നാമത്തേതാണ് ഞാൻ ആദ്യം പറഞ്ഞ മറുനാടൻ വേട്ട. രണ്ടാമത്തേത്, അതായത് ഈ രണ്ടും സംഭവങ്ങളുടെ രണ്ടാമത്തേത് ഒരു എഡിറ്റോറിയൽ എന്ന് വേണമെങ്കിൽ പറയാം. ആ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് എനിക്കൊരു നിഷ്പക്ഷതയുമില്ല. അതിപ്പം മറുനാടൻ പ്രേക്ഷകരോട് എന്റെ യാചന എന്ന തരത്തിലാണ് ചെയ്തത്. അത് പറഞ്ഞിരിക്കുന്നത്. അതും ഒരു 20-22 മിനിറ്റ് ഉണ്ട്. 20-21. അതും ഇത് തന്നെയാണ്, 17 തന്നെയാണ്. എന്തുകൊണ്ട് ഇവര് വന്നുകൂടാ, ഇനി അധികാരത്തിൽ തുടർഭരണത്തിൽ വന്നുകൂടാ എന്ന് നമ്മൾ വിശദമായിട്ട് പറയുക. കഴിഞ്ഞ 4-5 കൊല്ലം ഇവർ ചെയ്ത അസാധാരണമായ കൊള്ളകളെ ഒന്ന് ഓർമ്മപ്പെടുത്തി പോവുകയാണ്. അതെ, പ്രധാനപ്പെട്ട അത് സിദ്ധാർത്ഥിന്റെ ഒക്കെ മറന്നു പോകുന്നു, അല്ലെങ്കിൽ നവീൻ ബാബുവിനെ മറന്നു പോകുന്നു. അതാണ് നമ്മളിപ്പോ ഏറ്റവും കേൾക്കണം. ഒറ്റ മാധ്യമങ്ങൾ പിടിക്കാത്ത സാധനമാണ്. മറ്റേ വയനാട്ടില് സിദ്ധാർത്ഥിന്റെ പൂക്കോട് വെറ്റിനറി കോളേജിൽ SFI-ക്കാർ കൊല ചെയ്തെന്ന് തന്നെ. അത് 3 ദിവസം വിചാരണ നടത്തി അതിദാരുണമായി കൊന്നു കളഞ്ഞതാണ്. എന്നിട്ട് അവന്മാരെ എല്ലാം രക്ഷിച്ചെടുക്കാനുള്ള താലിബാനിസമാണ് അവിടെ കാഴ്ചവെച്ചത്. ആ സിദ്ധാർത്ഥിന്റെ അമ്മയെ ഇന്നലെ ഞങ്ങളുടെ തിരുവനന്തപുരം റിപ്പോർട്ടർ അമൽ രുദ്ര പോയി കണ്ട് തയ്യാറാക്കിയ വീഡിയോ മറുനാടൻ എക്സ്ക്ലൂസീവ് ചാനലിലുണ്ട്. ആ അമ്മയുടെ കണ്ണുനീര് കണ്ടാൽ നമുക്ക് സഹിക്കില്ല. ഇവിടെ ഒരു രാഷ്ട്രീയക്കാരനും തിരക്കിച്ചെന്നില്ല. ഈ 20 പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ഒരു പരമ്പര. അങ്ങനെ ഒരു ട്രിപ്പിൾ പൂട്ട് ഞങ്ങൾ മറുനാടൻ മലയാളിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് മറ്റു വീഡിയോകൾ കുറച്ചു. ഈ 3 വീഡിയോകൾ വലുതാണെങ്കിൽ പോലും പ്രിയപ്പെട്ട പ്രേക്ഷകരത് കാണാൻ, കാരണം അത് കാണണം വോട്ട് ചെയ്യുന്നതിന്. അതെന്താ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇത്രയധികം ക്രൂര പീഡനങ്ങൾ നേരിട്ട് ഈ ഇലക്ഷൻ വന്ന സമയത്ത് നിങ്ങളായിട്ട് എന്തുകൊണ്ട് ഇത് പ്രതികരിക്കുന്നില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരും. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്നലെ ഞങ്ങളുടെ എഡിറ്റോറിയൽ ടീം ആലോചിച്ചാണ് ഇന്ന് ഇത്രയും ഒരു സബ്ജക്റ്റ് ഞങ്ങൾ. സത്യം പറഞ്ഞാൽ ഒരു ചെറിയ ആശങ്കയും വേദനയും പറയാനുണ്ട്, നിരാശയും പറയാനുണ്ട്. അതായത് ഇന്ന് കൊടുത്ത ആ വീഡിയോ ഉണ്ടല്ലോ, ഈ 20 സംഭവങ്ങൾ, അതെ, ഇതൊരു പ്രസംഗ രൂപേണ തയ്യാറാക്കി നേരത്തെ ഇട്ടിട്ട് കേരളത്തിൽ മുഴുവൻ ഈ LDF വിരുദ്ധ പ്രാർത്ഥികൾ പ്രചരിപ്പിക്കണമെന്ന് എന്റെ ആഗ്രഹമായിരുന്നു. പക്ഷെ തിരക്കിനിടെ നടന്നില്ല. അത് മറന്നുപോയത്. തിരക്കിനിടെ ആരാണ് ഓർമ്മിപ്പിക്കുകയും ചെയ്തത്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എവിടെ പ്രസംഗം എന്ന് ചോദിച്ച് കമന്റ്. പക്ഷേ ഈ ഓർക്കണം, ഒരു ദിവസം രാവിലെ ഇന്റർവ്യൂകള്, പ്രശ്നങ്ങൾ, അതിനിടയിൽ പോലീസ് സ്റ്റേഷൻ ഒപ്പിടാൻ പോകണം, കേസ്, കോടതി, ബഹളങ്ങൾക്കിടയിൽ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ വന്നു,
പ്രസയാഴ്ച ദുഃഖവെള്ളിയാഴ്ച അവധി, നമ്മുടെ സർവേ കാരണം നമ്മുടെ സകല പ്ലാനും ഈ പറഞ്ഞ വീഡിയോകൾ താമസിക്കാനും പ്രധാന കാരണം മറുനാടന്റെ സർവേ ആയിരുന്നു. അല്ല ഇത് എന്നേ വരേണ്ടതാണ്. ഈ വീഡിയോകളെല്ലാം ഞങ്ങൾ ഒരാഴ്ചയായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. ഇതെല്ലാം ഒരുമിച്ച് വന്നു. എന്തായാലും ഈ ട്രിപ്പിൾ പൂട്ട് ദയവായി ഇത് കാണുന്നവർ മറക്കാതെ മറുനാടൻ മലയാളി ഇത് കാണണം, ഷെയർ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക്. പിന്നെ അതിൽ പറയുന്ന യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്നുകൂടി ഒരു അഭ്യർത്ഥനയാണ്. ഇനി നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം, ആദ്യം നമ്മൾ പറയേണ്ട വിഷയമാണ് യുദ്ധം. യുദ്ധത്തിന്റെ ഇന്നത്തെ അപ്ഡേറ്റ് പറയൂ. യുദ്ധത്തിന്റെ ഇന്ന അപ്ഡേറ്റ് ഇപ്പോൾ യുദ്ധം വലിയൊരു ആശ്വാസം പകരുന്ന വാർത്തയാണ്. ട്രംപ് യുദ്ധം നിർത്തി തൽക്കാലത്തേക്കെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതല്ല, അദ്ദേഹം തല വലിച്ചോടിയതാണ്. ഞാനത് ആശ്വാസമായിട്ട് കരുതുന്നില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഇത് കൂടുതൽ കുഴപ്പമാണ്. അതായത് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ കാണുന്ന, അതായത് ട്രംപ് യുദ്ധം ഏകപക്ഷമായിട്ടാണ് നടത്തുന്നത്. അവരുടെ ആവശ്യം ന്യായമായിരുന്നു. അതായത് ഇറാനോട് പറയുന്നു, നിങ്ങൾ അണുവായുധ നിർമ്മാണം നിർത്തണം. അണുവായുധം നിർമ്മിച്ചാൽ അത് ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ ബാധിക്കും. പക്ഷെ ഇറാൻ സമ്മതിക്കുന്നില്ല. ഇറാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ അണുവായുധം നിർമ്മിക്കുന്നില്ല എന്നാണ്. പക്ഷെ നിർമ്മിക്കുന്നില്ലെങ്കിൽ ഇറാൻ പരിശോധിക്കാൻ അനുമതി കൊടുത്തുമില്ല. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഇറാൻ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷെ അറ്റാക്ക് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ജയിക്കുമെന്ന് ഉറപ്പില്ലെങ്കിൽ അറ്റാക്ക് ചെയ്യരുത്. അത് അമേരിക്കയും ഇസ്രായേലും കൂടി ചേർന്ന് ഇറാനെ തലങ്ങളും വരെ ഇങ്ങനെ ആക്രമിച്ചു. ഏതാണ്ട് 20,000 ഇടങ്ങൾ ആക്രമിച്ചു. പക്ഷേ അവരുടെ 19 കൊന്നു കളഞ്ഞ ഒരു 40 ഇന്നിപ്പോ 7-ാം തീയതി അല്ലേ, 28-ാം തീയതി ആയിരുന്നു. അപ്പം 28 കഴിഞ്ഞപ്പോൾ 6 ആഴ്ചയാവും. 32 ദിവസമായി. 39 ദിവസമായി. ഈ 39 ദിവസമായിട്ടും എന്ത് ചെയ്യുന്നത് പിടിയില്ല. ആദ്യം ഭീഷണിപ്പെടുത്തി, ഭയപ്പെടുത്തി, മുന്നറിയിപ്പ് കൊടുത്തു. ഏകപക്ഷീയമായി ചർച്ച, വെടിനിർത്തൽ ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിച്ചു. തലവന്മാരെ മൊത്തം 4 തവണ ചർച്ച നീട്ടിക്കൊടുത്തു. ഇന്നലെ രാത്രിയിൽ ഇറാന്റെ സിവിലൈസേഷൻ തന്നെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇറാൻ കുലുങ്ങിയില്ല. ഇറാൻ ഒരു ചർച്ചയ്ക്കും അവരെ തന്ത്രം ഭയങ്കരമായിരുന്നു. അവരെ എല്ലാ എണ്ണക്കണ്ണിന്റെ ചുറ്റിനും സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ട് ഇറക്കി. അതായത് ഇതിലത് പവർ പ്ലാന്റിനും ചുറ്റിനും ബ്രിഡ്ജിലും സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ട് നിർത്തി. ഒരാള് മരിച്ചാൽ മതി ട്രംപിന്റെ ആ തരത്തിൽ അവർ ചെയ്തതോടുകൂടി അവസാനം സഖി കെട്ടിട്ട് ഓർക്കണം. അതായത് ഒരു തരത്തിലൊരു വഴങ്ങാത്ത സാഹചര്യം ഉണ്ടായി. നിവൃത്തി കെട്ടിട്ട് ചൈന ഇടപെടുന്നു. ചൈന ഇങ്ങോട്ട് വിളിച്ച് ഇടപെടിച്ചത്. ചൈന ഇടപെട്ടിട്ട് ചൈനയാണ് പാകിസ്ഥാനെ കൊടുത്തിരിക്കുന്ന ചർച്ച ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നറിയാമോ? 10 പ്രപ്പോസൽ അങ്ങോട്ട് വെച്ചു. അത് ഇറാൻ വെച്ചു. ഇറാൻ വെച്ച എന്താന്ന് പറയും, ഞങ്ങൾ ആണവോർജ്ജം ഉപയോഗിക്കും. അല്ല, അതിലെ പ്രധാനപ്പെട്ട നോക്കണം. 9 ഈ 10 പ്രപ്പോസലിൽ 9ഉം അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അംഗീകരിച്ചാൽ അമേരിക്ക തീർന്നു. പക്ഷേ ഈ ചർച്ച ചെയ്യാവുന്നതാണെന്നാണ് ഇദ്ദേഹത്തിന്റെ. അതാണ് നമ്മളെ ആദ്യത്തെ പ്രപ്പോസൽ. ഓക്കെ, എന്നാന്നറിയോ? ആക്രമണം നിർത്തണം. ശരി, നിർത്തി. പിന്നെ എല്ലാ പ്രപ്പോസലും ഒന്നാമത്തേത് എന്തിനാണോ യുദ്ധം തുടങ്ങിയത് അതാണ് യുറേനിയം എൻറിച്ച്മെന്റ്, സമ്പുഷ്ട യുറേനിയം സമ്പുഷ്ടീകരണം തുടരാൻ അനുവദിക്കണം. അതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആണവായുധം ഉണ്ടാക്കാനല്ല, ഈ അത് പണ്ടും അങ്ങനെ പറയുന്നത്. പവർ പ്ലാന്റ് വേണം, പിന്നെ ചികിത്സ, അങ്ങനെയുള്ള പണ്ടും അങ്ങനെ പറഞ്ഞു. അണുവായുധം ഒന്നും അവർ പറഞ്ഞിട്ടില്ല. അപ്പം എന്തിനാണോ ആക്രമണം തുടങ്ങിയത് അനുമതി കൊടുക്കണം. അവിടെ തന്നെ നിൽക്കുകയാണ്. അവിടെ ഒന്ന് അതാണ് പ്രശ്നം. 2, ഹോർമൂസ് കടലെടുക്കെങ്കിൽ തുറക്കാം, പക്ഷെ അതിന്റെ കൺട്രോൾ ഞങ്ങളുടെയിലായിരിക്കും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ, അത് ഇന്നലത്തെ കരാർ വന്നപ്പോൾ വരാത്ത, ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞ വാർത്ത എന്നാണെന്നറിയാമോ? ഒരു കപ്പലിന് $1 മില്യൺ അവർക്ക് ഫീസും വേണം, കപ്പം കൊടുക്കണം തോന്നിയിട്ടുണ്ട്. അതായത് നേരത്തെ വെറുതെ പൊക്കോണ്ടിരുന്ന അതിന് അവർ കാശ് കൊടുക്കണം. 3, ഇവർക്ക് ചെലവ് കൊടുക്കണം, നഷ്ടപരിഹാരം കൊടുക്കണം. അതായത് ഓരോ ഡ്രോണിന് വരെ പൈസ കൊടുക്കണം, ഓരോ നഷ്ടപരിഹാരം കൊടുക്കണം. 4, ഇവർക്ക് അതായത് ലെബനോനെ ഇസ്രായേൽ ആക്രമിക്കുന്ന പോലെ നിർത്തണം. അതായത് പശ്ചിമേഷ്യയിലെ യുദ്ധം കംപ്ലീറ്റ് നിർത്തണം. ഹിസ്ബുള്ളയെ സംരക്ഷിക്കണമെന്നാ പറഞ്ഞത്. ഹിസ്ബുള്ളയെ സംരക്ഷിക്കണം. അതിനേക്കാൾ ഞെട്ടിക്കുന്നറിയോ അടുത്തത്? ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, GCC രാജ്യങ്ങൾ അമേരിക്കൻ സേന ഒഴിയണം. അതായത് അക്ഷരാർത്ഥത്തിൽ ഒരിക്കലും നടക്കാൻ പറ്റത്തില്ല. അക്ഷരാർത്ഥത്തിൽ ഇത് അംഗീകരിച്ചാൽ, ഇതിൽ ഏതെങ്കിലും അംഗീകരിച്ചാൽ, അതായത് ആദ്യത്തെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞതൊഴികെ ഏതെങ്കിലും അമേരിക്ക അംഗീകരിച്ചാൽ സമ്പൂർണ്ണമായി തോറ്റു. ഇതിന്റെ അപകടം എന്താണെന്നറിയോ? ഇതിന്റെ അപകടം എന്ന് പറയുന്നത് ഇറാന്റെ മുമ്പിൽ കീഴടങ്ങുക എന്നതാണ് ഇത് വരുന്നത്. ഇറാന്റെ മുമ്പിൽ കീഴടങ്ങിയാൽ 2 അപകടമുണ്ട്. എന്തിനാണ് ഈ ഗൾഫ് രാജ്യങ്ങൾ, GCC രാജ്യങ്ങൾ, അതായത് സൗദിയും UAEയും കുവൈറ്റും ബഹ്റൈനും ഖത്തറും ഒക്കെ അമേരിക്കയ്ക്ക് സൈനിക താവളം കൊടുക്കുന്നു, സംരക്ഷിക്കുന്നത് ഇറാനിൽ നിന്ന് സംരക്ഷണം പേടിച്ചാണ്.
അല്ലാതെ വേറെ ആരും അവർക്ക് ത്രെട്ടില്ല. ഫലത്തിൽ അമേരിക്കയെ സംരക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് ആലോചിച്ച് നോക്കിയ, അതായത് ഇറാന്റെ ത്രെട്ടിനെ ഒഴിവാക്കാൻ വേണ്ടി അമേരിക്കൻ സൈനിക താവളം അവിടെ ഒതുക്കി കൊടുത്തു. ആ ഒരു സുരക്ഷയിലാണ് ഈ രാജ്യങ്ങൾ മുമ്പോട്ട് പോയിരുന്നത്. ഇപ്പൊ അവർക്കൊരു കാര്യം ബോധ്യപ്പെട്ടു, ആ സുരക്ഷയില്ല. രണ്ട്, ഇവരിവിടുന്ന് ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായാൽ എന്ത് സംഭവിക്കും? മറ്റോ വീണ്ടും അടിക്കും. ഇവൻ കയറി പിടിച്ചെടുക്കും. ഇവൻ അടിക്കുമല്ല, ഇവന്റെ കരുത്ത് തെളിയിച്ചു. ഇവന്റെ അധിനിവേശം നടക്കും. ഇവൻ കയറി അറബ് രാജ്യങ്ങളെ പിടിക്കുക. എന്തിനാണ്? ഈ സുന്നി ഇസ്ലാം എന്ന് പറയുന്നത് ശരിയല്ല, ഷിയ ഇസ്ലാം മാത്രമാണ് ശരി. അപ്പൊ മതരാഷ്ട്രമാണ്, കംപ്ലീറ്റ് മതരാഷ്ട്രം. അതുകൊണ്ട് അവൻ എന്നാ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ മക്ക അവർക്ക് വേണം. അതാണ് അവരുടെ ഏറ്റവും വലിയ ആവശ്യം. അമേരിക്കയുടെ സംരക്ഷണയാണ് മക്ക നിലനിൽക്കുന്നത്. പണ്ട് മക്കയിൽ ഒരു അധിനിവേശം നടന്നതാണ്. അപ്പൊ ഈ മക്കയുടെ സംരക്ഷണമാണ് യഥാർത്ഥത്തിൽ അമേരിക്ക നടത്തിക്കൊണ്ടിരുന്നത്. ഈ മക്കയടക്കമുള്ളത് ഇവർ കൊണ്ടുപോയാൽ പിന്നെ ഇവർക്ക് എന്നാ വഴി എന്നറിയാമോ? ഇത് ഒഴിവാക്കാനുള്ള വഴി എന്ന് പറയുന്നത് അമേരിക്കയെ വിട്ടിട്ട് ചൈനയും റഷ്യയും കൂട്ടുകൂടുക. അതായത് ചൈനയും റഷ്യയും ഇവർക്ക് താവളം ഒരുക്കി കൊടുത്തിട്ട് ഇറാനോട്, കാരണം ഇറാനോട് ഇവർക്ക് സന്ധി ചെയ്യാൻ പറ്റത്തില്ല. അമേരിക്കയും പകരം ചൈനയും റഷ്യയും താവളം ഒരുക്കിയാൽ എന്താ സംഭവിക്കുന്നത്? അമേരിക്ക പൂർണ്ണമായും ദുർബലമായി. ലോക നോക്കണം, 1989 ശീതയുദ്ധം തീരുവാണ്, സോവിയറ്റ് യൂണിയൻ തകരുവാണ്. ഈ 89 മുതൽ ഈ പറഞ്ഞ ഇത്രയും വർഷം, ഏതാണ്ട് 36 വർഷം അമേരിക്ക മാത്രമായിരുന്നു ലോകത്തെ കൺട്രോൾ ചെയ്തിരുന്നത്. ലോക പോലീസായിരുന്നു. ആ അമേരിക്കയുടെ ലോക പോലീസ് കിരീടം ട്രംപ് അനാവശ്യമായ യുദ്ധത്തിലൂടെ സ്വയം നഷ്ടപ്പെടുന്ന തൊപ്പി ഊരി താഴെ വെച്ചു. ഇതുപോലൊരു പ്രതിസന്ധി ഞാൻ ഇതിനെ കാണുന്ന 2ാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടന്റെ പ്രതാപം അസ്തമിച്ചതാണ്. അതുവരെ ബ്രിട്ടൻ ആയിരുന്നു ലോകത്തെ ഏറ്റവും വലിയ. ആ പ്രതാപം അവസാനിച്ചത് 2ാം ലോകയുദ്ധത്തോടുകൂടി. അപ്പം ഇത് ട്രംപിന്റെ എടുത്തുചാട്ടവും ഒരുക്കമില്ലായ്മയും അമിതാത്മവിശ്വാസവും അസാധാരണമായ സാഹചര്യത്തിലൂടെ അമേരിക്കയ്ക്ക് ശക്തി ക്ഷയിക്കുന്ന ലോകത്തിന് അപകടമാണ്. കാരണം അമേരിക്കയുടെ ഏറ്റവും വലിയ മൂല്യം എന്താണെന്നറിയോ? അവിടെ 4 കൊല്ലം കഴിയുമ്പോൾ അവിടെ പ്രസിഡന്റ് മാറും എന്നുള്ളതാണ്. ഈ പറയുന്ന റഷ്യയിലായിക്കോട്ടെ, ചൈനയിലായിക്കോട്ടെ, ഇറാനിലായിക്കോട്ടെ, ഒരിക്കൽ അധികാരത്തിൽ വന്നാൽ അവനാണ് ഭരണാധികാരി. ഇവർ ഹമാസിന് വേണ്ടി ബഹളം വെക്കുന്നു. പക്ഷെ ഹമാസ് ഒരിക്കൽ അധികാരത്തിൽ വന്നപ്പോൾ അവർ തെരഞ്ഞെടുപ്പ് നമുക്ക് താലിബാൻ വന്നു. അപ്പം അമേരിക്കയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ട്രംപിനെ നമുക്ക് 4 കൊല്ലം സഹിച്ചാൽ മതി. അമേരിക്കൻ സിസ്റ്റം തന്നെ, അമേരിക്കയുടെ സിസ്റ്റം റൺ ചെയ്യുന്നത് പ്രസിഡന്റ് അല്ല. ആ ഒരു സിസ്റ്റം, ആ ഒരു പോലീസും ആ CIA-യും ആ സിസ്റ്റം അങ്ങനെ സ്മൂത്തായിട്ട് പോകും. ഇവിടെ ട്രംപ് എന്തെങ്കിലുമൊക്കെ തോന്നിയാസം കാണിച്ചാലും അടുത്ത 4 കൊല്ലം ഇവരെ ഒരിക്കലും ട്രംപിന് ഇപ്പം പറ്റത്തില്ല. അല്ലെങ്കിൽ പോലും ഒരിക്കൽ കൂടി ട്രംപിന് വരാൻ അവസരം ഈ സിസ്റ്റം അനുവദിക്കത്തില്ല. ഇതിനകത്ത് എനിക്ക് മനസ്സിലാത്ത അല്ല, അപ്പൊ അതുകൊണ്ട് തന്നെ ജനാധിപത്യവും ഫ്രീ സ്പീച്ചും സംരക്ഷിക്കപ്പെടും. അവർക്ക് അഗ്രഷൻ ഉണ്ട്, അവർക്ക് ധനസമ്പാദന വഴിയുണ്ട്, അവർ ഓയിൽ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ ഈ അമേരിക്കയുടെ ഒരു സംരക്ഷണവും തണലുമായിരുന്നു ലോകം ഇങ്ങനെ നിലനിൽക്കാൻ കാരണം. ഇത് നഷ്ടപ്പെട്ടാൽ ചൈനയോ റഷ്യയോ ആധിപത്യം പുലർത്തിയാൽ ജനാധിപത്യം ഇല്ലാതാവുകയും ഭയങ്കരമായ ഒരു ഏകാധിപത്യ രാഷ്ട്രസങ്കല്പം ഉണ്ടാവുകയും ഭയങ്കര അതായത് ഈ ട്രംപ് അമേരിക്കയോട് മാത്രമല്ല ലോകത്തോട് തന്നെ വലിയ തിന്മ ചെയ്തു. അത് ഇസ്രായേലിനും ഭീഷണിയാണ്, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇവർക്ക് വലിയൊരു അബദ്ധം പറ്റി. ഇസ്രായേൽ ഇന്റലിജൻസ് ലോകത്തിലേക്കും മെച്ചപ്പെട്ടതാണ്. നമ്മൾ ടോക്കിയൊക്കെ പൊട്ടിത്തെറിപ്പിച്ചപ്പോൾ നമ്മൾ കരുതി ഇവന്മാർ എന്ത് പരിപാടി. പക്ഷേ ഈ ഇറാന്റെ കയ്യിൽ എന്തുണ്ടെന്ന് ഇവർക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതാണ് ഈ മൊസാദിന്റെ ഏറ്റവും വലിയ പരാജയമാണ്. ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ്. അതെ, അവർക്ക് അമേരിക്കയ്ക്ക് മാത്രമല്ല 2 വമ്പൻ സൈനിക ശക്തികൾക്കുള്ള തിരിച്ചടിയാണ്. ലോകത്തിലേക്ക് ഏറ്റവും നല്ല രഹസ്യ പോലീസ് സംവിധാനവും ഇന്റലിജൻസ് സംവിധാനവും ഉപയോഗിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഈ ഇസ്രായേലിന്റെ കയ്യിൽ നിന്നാണ് അവരാണ് ഈ വയർലെസ് വഴി ഇത് ചെയ്ത് പാലസ്തീനിൽ പൊട്ടിച്ചു കളഞ്ഞല്ലേ. അവർക്ക് ലെബനനിൽ പൊട്ടിച്ചു കളഞ്ഞാണ്. അപ്പൊ ഇതേ അവസ്ഥയാണ് ഇവർ ട്രാഫിക് സിഗ്നൽ വരെ ഹൈജാക്ക് ചെയ്തതാണ്. അല്ല, ഇതൊക്കെ ആണെങ്കിലും ഇവിടെ ഇതെടുത്ത് ചാട്ടം. നമ്മൾ എപ്പോഴും പറയുന്നത് വെച്ചാൽ നമുക്ക് ശക്തി ഉണ്ടെങ്കിലും നമ്മുടെ എതിരാളിയുടെ ശക്തിയെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാതെ ഉടനടിച്ചാടി നമ്മൾ ഇറങ്ങരുത്. അങ്ങനെ ഇറങ്ങിയാൽ എതിരാളിക്ക് തന്ത്രവും ബുദ്ധിയുടെ മുമ്പിൽ പിടിച്ചു. നമ്മുടെ കാര്യം തന്നെ ഉദാഹരണം, നമ്മളെ ഈസി ആയിട്ട് ഞെക്കിക്കൊല്ലാമെന്ന് അതാണ് പറ്റിയത്. അതായത് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പോലീസും ഒരു യൂട്യൂബറാണ് ഷാജൻ സ്കറിയ എന്ന് കരുതിയാണ് യുദ്ധത്തിന് ഇറങ്ങുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു സിസ്റ്റം. ഷാജനെ പിടിച്ച് അകത്ത് വിട്ട് മറുനാടൻ മലയാളി പൂട്ടി തീർന്നു കാര്യം. താക്കോൽ വെച്ച് അത് മറ്റേ ആര്യ രാജേന്ദ്രൻ ഇവിടുന്ന് വന്ന ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാർ പറഞ്ഞെന്നാ പറഞ്ഞത്.
ഈ പൂട്ടി എടുത്തോണ്ട് നാടൻ പോരാ. പറഞ്ഞിരിക്കുന്നത് എടുത്ത് അയ്യത്തെറിഞ്ഞ അയ്യത്ത് പറഞ്ഞാൽ പൂട്ടിയിട്ട് എടുത്ത് താക്കോൽ എടുത്ത് അയ്യത്തെറിഞ്ഞ അയ്യത്ത് കളയാൻ പറയും. അയ്യത്ത് കളയാൻ പറഞ്ഞിട്ടാണ് വന്നേന്നാ പറഞ്ഞു. ആലോചിക്കുക, അതായത് മറുനാടൻ ഓഫീസ് പൂട്ടി രാജേന്ദ്രനെ എടുത്ത് അയ്യത്ത് കളഞ്ഞു. പാർട്ടി സഹിതം എടുത്ത് കളഞ്ഞു. അവിടെ കെട്ടിയോ പോലും അവരെ തെരഞ്ഞെടുപ്പ് മറുനാട് ഇവിടെ നിന്ന് ഇപ്പോഴും ആര്യരാജേന്ദ്രന്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. അവര് അതാണ് ഇവിടെ സംഭവിച്ചത്. ഇത് തന്നെയാണ് എന്താണ് മറുനാടന്റെ ശക്തി എന്ന് മനസ്സിലാക്കാതാണ് വന്നത്. എന്തായാലും അതീവ ദയനീയമായിട്ട് പിണറായി വിജയൻ പറഞ്ഞല്ലേ, PV അൻവർ എന്നോട് പറഞ്ഞു ഷാജസ്കറിയായി പിടിച്ച് അകത്തില്ല, എനിക്ക് സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. അതാ അത്രേ ഉള്ളൂ. എല്ലാം നമ്മുടെ അഹങ്കാരിക്കണ്ട, അഹങ്കാരമല്ല, ദൈവത്തിന്റെ പദ്ധതിയും ലക്ഷോപലക്ഷം മനുഷ്യരുടെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ സത്യം നിലനിൽക്കുന്നതിനുള്ള പ്രശ്നം. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് നമ്മൾ ഓടിച്ചാണ് ഈ വിഷയങ്ങളിലൂടെ കടന്നുപോയത്. ഇന്ന് വളരെ നിർണായകമായ ദിവസമാണ്. കാരണം നമുക്ക് തെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യണം അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഇന്നാണ്. ആ തീരുമാനം തെറ്റരുത്. നാളെ നിങ്ങൾ പോയി വോട്ട് ചെയ്യുമ്പോൾ ഭഗവാൻ അയ്യപ്പനോട് ഇവർ ചെയ്ത ദ്രോഹം മറക്കരുത്. നവീൻ ബാബു മുതൽ സിദ്ധാർത്ഥ് വരെ നൂറുകണക്കിന് ആളുകളോട് ഇവർ ചെയ്തത് മറക്കരുത്. മറുനാടനോട് ഇവർ ചെയ്തത് മറക്കരുത്. ഇവർ നമ്മുടെ ഖജനാവിലെ പണം എടുത്തുകൊണ്ട് ഇവർ എന്തെല്ലാം നുണകൾ പറഞ്ഞാലും കുട്ടമ്പുഴയിലെ ആദിവാസികളുടെ ദാരിദ്ര്യം യാഥാർത്ഥ്യമാണ്. ഇത്തരം ആദിവാസി കുടിലുകൾ ധാരാളമുണ്ട് എന്ന സത്യം മറക്കരുത്. നാളെ നിങ്ങളുടെ സമ്മതിദാനാവകാശം കൃത്യമായ ആലോചനയോടെ പ്രാർത്ഥനയോടെ വിനിയോഗിക്കുക. നന്ദി, നമസ്കാരം.